ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഉന്നക്കായൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ പോയാലോ. അത് തന്നെ ആദ്യം തന്നെ നമുക്കൊന്ന് പഴമൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഴമിട്ട് കൊടുത്ത് നല്ലപോലെ ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചധികം തന്നെ പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ്. അപ്പോൾ പഴം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം. അതിനൊരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടായി നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തേങ്ങ ചിരിവിതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടത് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിനുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഫില്ലിങ്ങാണ്, തേങ്ങാ ഫില്ലിങ്. അപ്പോൾ ആ സമയത്ത് പഴക്കം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റാം. ഇതിൻ്റെ മുകളിലുള്ള നാരൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ നാരൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കറുത്തതും ഇതുപോലെ തന്നെ എടുത്ത് കളയണം. അപ്പോൾ എല്ലാം പഴത്തിൻ്റെ കറുത്ത പടക്കൊന്ന് എടുത്ത് കളയാം. ഇനി നല്ല പോലെ തന്നെ ഉടച്ചെടുക്കണം. നല്ല പോലെ തന്നെ ഒരു കയ്യിൽ വെച്ച് നല്ല പോലെ ഒന്ന് പഴമൊന്ന് ഒടിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ പഴം നല്ല പോലെ തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പരത്തി കാട്ടിക്കാന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഒരു ഉരുളകാക്കി ഉള്ളം കയ്യിൽ വെച്ച് നല്ല പോലെ തന്നെ പ്രസ് ചെയ്ത് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഉന്നക്കായൻ്റെ രീതിയിൽ നമുക്കിതിന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാ പഴം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പഴം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടാക്കണേ. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് അടിപൊളി ഉന്നക്കായാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പഴം ഈ രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ടാക്കണേ. അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.